1998 സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ മസാർ ഷെരീഫിൽ നടന്ന ഒരു മസാക്കർ, ആക്ച്വലി ഒരു കൂട്ടക്കൊല, വളരെ ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് അവിടുത്തെ ഷിയ ഹസാര ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ആക്ച്വലി അഫ്ഗാനിസ്ഥാനിലെ. അവിടെ ആ ന്യൂനപക്ഷത്തെ 98-ല് താലിബാന്റെ ഒരു സമയത്ത് എന്താണ് ഒരു കൂട്ടക്കൊല നടത്തിയത്. അതിൽ ഒരുപാട് ഈവൻ പിന്നീട് നമുക്കറിയാം ഇറാന്റെ ഡിപ്ലോമാറ്റ്സിന് വരെ അതില് എന്താണ് ജീവഹാനി നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ, അങ്ങനെ വലിയൊരു ഇഷ്യൂ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പം താലിബാന് ഒരു 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 തരത്തിൽ ഇറാൻ ഒരു ഷിയ വിരുദ്ധ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ പലതരത്തിൽ കണ്ടുകൊണ്ട്, മീൻസ് അങ്ങനെ ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ആക്ച്വലി ഇറാന്. ഇതിന് കൂടെ നമ്മളൊരു ഒരു ജിയോ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ഇത്, നമ്മൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും ഒരുപാട് ദൂരം കിലോമീറ്ററുകൾ അതിർത്തി പങ്കുവെക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ കൂടിയാണെന്നും കൂടി നമ്മൾ കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ബൗണ്ടറി ഡിസ്പ്യൂട്ട് വളരെ കൃത്യമായിട്ടുണ്ട്. ബൗണ്ടറി ഡിസ്പ്യൂട്ട് മെയിൻലി അത് വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കങ്ങളാണ് കൂടുതലായിട്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ 3-4 നദികളുമായിട്ട് ബന്ധപ്പെട്ട തർക്കമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഹെൽമണ്ട് നദിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹെൽമണ്ട് നദി, അതേപോലെ ഹരിരുദ്, ഈ രണ്ട് ഇതിലെ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് രാഷ്ട്രങ്ങൾ ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പ്രഷറും ഇഷ്യൂസും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതില് ഈ ഹെൽമണ്ട് നദിയുടെ ഒരു ഇപ്പം അതേപോലെ ഹരിരുദ്, ഇത് ഏകദേശം സെൻട്രൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു ഹൈലാൻഡ് എന്ന ഒരു ഹില്ലി ഏരിയ എന്നാണ് ആക്ച്വലി ഈ നദികൾ എന്താണ് ഫോം ചെയ്ത്. പിന്നീട് നമുക്കറിയാം അത് ഈ നദികളിൽ പ്രധാന ഹെൽമണ്ട്, ഹരിരുദ്, അതേപോലെ അമൂദര്യ, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് നദികൾ പറഞ്ഞു, 3-4 നദികളുണ്ട് ഇത്തരത്തിലുള്ള. അപ്പം ഈ നദികളുടെ ഒരു ഫ്ലോ ആക്ച്വലി അവിടെ നിന്നാണ് ഇറാനിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് 2016 സമയത്ത് അങ്ങനെ തോന്നുന്നു ഇന്ത്യയുടെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാൻ ഇതിലൊരു അണക്കെട്ട് പണിയുന്നുണ്ട്. ഈ ഹരിരുദ് നദിയുടെ കുറുകെ സൽമ ഡാം എന്നാണ് അതിന്റെ പേര്. ഇതേ ഡാം തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഡാം നമുക്ക് ആക്ച്വലി തുറന്നതിന് ശേഷം ആക്ച്വലി അത് ഇറാന് മാത്രമല്ല അഫക്ട് ചെയ്യുന്നത്, ഇറാനും അതേപോലെ തുർക്ക്മെനിസ്ഥാന്റെ ഒക്കെ രണ്ട് രാഷ്ട്രങ്ങളൊക്കെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു നദികൾക്ക്, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹരിരുദ്ദിന്റെ കേസിലാണ് പറയുന്നത്, അതേപോലെ ഹെൽമണ്ട് നദിയിൽ ഒരു കമാൽ ഖാൻ ഡാം ഉണ്ട്. ഇതും എന്താണ്, ഇതിന്റെ കൺസ്ട്രക്ഷൻ ആക്ച്വലി ഇറാന്റെ എന്താണ് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ ആ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ്, അല്ലെങ്കിൽ വാട്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ്. അപ്പം ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ അതിനെ ഇറാന് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ, അങ്ങനെയും ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ താലിബാന്റെ സെക്യൂരിറ്റി ഫോഴ്സും ഇറാന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും തമ്മിൽ പലതവണ ഏറ്റുമുട്ടൽ 2023 അങ്ങനെ തോന്നുന്നു. പല സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്ങിന്റെ ഒരു ഇഷ്യൂസും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ബോർഡർ ഡിസ്പ്യൂട്ടും അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഓൾറെഡി കിടക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയം, ഈ റീജിയണലി ഈ രണ്ട് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളും പലതരത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇറാന്റെ കേസ് നമുക്കറിയാം. ഇറാൻ ഇപ്പം സിറിയ, ലെബനോൻ, യമൻ, ഇറാഖ് പോലത്തെ സ്ഥലങ്ങൾ ഇറാന്റെ നമ്മൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്ബുള്ളയുടെയും ഹൂത്തീസിന്റെയും ഹമാസിന്റെയും അതേപോലെ ഇറാഖ് ബേസ്ഡ് ഗ്രൂപ്പുകളെ കാര്യമൊക്കെ ഞാൻ പറയും. അതേപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാൻ പലതരത്തില് ഇറാൻ ഇതിന് കൂടെ തന്നെ ഇപ്പം ഈ അഫ്ഗാനിസ്ഥാനിലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ ഇറാനിന്റെ ശ്രമങ്ങൾ അവർ എതിർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറാന്റെ എതിരാളികൾ എന്ന് നമ്മൾ ഈ റീജിയനിൽ വിശ്വസിക്കുന്ന കുറെ രാഷ്ട്രങ്ങൾ, ഇപ്പൊ സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ഇവരുമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് ഇവരുമായിട്ട് ഒരു തരത്തിൽ എന്താണ് ടേംസിലൊക്കെ എത്തിയിരുന്നു. നമുക്ക് കാണാൻ പറ്റും ഈ താലിബാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സൗദിയുമായിട്ടൊക്കെ പലതരത്തിൽ ടൈപ്പുള്ള ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു റീജിയണിൽ ഇറാന്റെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്ന രാഷ്ട്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ സുന്നി ഗ്രൂപ്പുകളുമായിട്ട് താലിബാന് പലതരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡീലുകൾ ഉണ്ട് എന്ന് ഒരു അനാലിസിസ് ഉണ്ട്. പിന്നെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ റിലേഷനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആക്ച്വലി ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാന്റെ രണ്ട് സൈഡിൽ വരുന്ന രാഷ്ട്രങ്ങൾ, ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇറാനും. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയത് പാകിസ്ഥാനിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഒരു ഫാക്ടർ ഒരു പക്ഷേ സുന്നി രാഷ്ട്രം എന്നുള്ള രീതിയിലായിരിക്കാം.
പിന്നീട് ഏറ്റവും കൂടുതൽ പോയത് അത് ഇറാനിലേക്കാണ്, ആ ഒരു സൈഡിൽ നിന്ന്. അപ്പൊ ഇറാനിൽ പോയ അഭയാർത്ഥികൾ ഇപ്പൊ പാകിസ്ഥാൻ ചെയ്ത പോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇറാനും എന്താണ്, നേരത്തെ അഫ്ഗാൻ റഫീഖുകളെ സ്വീകരിച്ചിരുന്ന ഇറാൻ പിന്നീട് ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റ് നമുക്കറിയാം, ഇവരെ ബന്ധം കൂടുതൽ വഷളാവുന്ന ഒരു കോണ്ടക്സ്റ്റിലും, അല്ലെങ്കിൽ ഇറാന് തന്നെ എന്താണ് ഈ ഒരു പരിധി വിട്ട് റെഫ്യൂജികളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സാമ്പത്തിക ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ള കോണ്ടക്സ്റ്റിൽ അവർ തന്നെ വീണ്ടും എന്താണ് ഒരുപാട് തവണ വാണിംഗ് കൊടുത്ത് ഈ അഭയാർത്ഥികളെല്ലാം തിരിച്ച് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലുള്ള ഒരു വാണിംഗും, അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി തന്നെ അവരെ എവിക്ട് ചെയ്യുന്ന ഒരു ഒരു കോണ്ടക്സ്റ്റിലേക്കൊക്കെ ഇറാൻ കടക്കും നമ്മൾ ഇതിന് കൂടെ തന്നെ ചേർത്ത് വായിക്കണം.